അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ആദ്യമായി തന്നെ നമ്മളുടെ കൂടെ ഈ അൽജൂഫ് വാട്സപ്പ് കൂട്ടായ്മയിലുണ്ടായിരുന്ന ഒരുപാട് നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ അവരുടെയൊക്കെ ഫോട്ടോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അവരുടെ പേരിലും കഴിഞ്ഞ സംഗമത്തിൽ നമ്മളുടെ കൂടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടായിരുന്ന നമ്മളുടെ കടുങ്ങൂത്ത് കുഞ്ഞാലി സാഹിബിൻ്റെ മരണം നമ്മളെ എല്ലാവരെയും വളരെ വേദനിപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തിനും വേണ്ടി നമുക്ക് ഒരു മിനിറ്റ് മൗനപ്രാർത്ഥന നടത്തണം. വളരെ നാളുകളായി നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന നമ്മുടെ അൽജൂഫ് ഗോൾഡൻ ബ്രദേഴ്സ് വാട്സപ്പ് കൂട്ടായ്മയുടെ 4ാമത്തെ സംഗമം ഇവിടെ നടക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഹാളിലേക്ക് കയറിയിരുന്ന് നമ്മുടെ സദസ്സിനെ ഭംഗിയാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അജുവ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നമ്മുടെ ഈ അൽജൂഫ് ഗോൾഡൻ ബ്രദേഴ്സ് വാട്സപ്പ് കൂട്ടായ്മയുടെ 4ാമത്തെ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കുടുംബ സംഗമത്തിൽ നമ്മളുടെ കുടുംബങ്ങൾ സംഗമിക്കുന്ന ഈ വേളയിൽ നമ്മളോട് ഈ പൊൻസുനത്തിൽ നമ്മളോട് പങ്കുചേരുവാൻ നമ്മൾ ക്ഷണിക്കപ്പെട്ട ക്ഷണിതാക്കളെല്ലാം വേദിയിൽ സന്നിഹിതരായിട്ടുണ്ടെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു, നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ 1ാമത്തെ സംഗമം 2018 ജനുവരി മാസം 26-ാം തീയതി തിരൂരിൽ നൂർ ലേക്ക് പാർക്കിൽ നമ്മളുടെ രാജൻ വേങ്ങരയുടെ അധ്യക്ഷതയിൽ നമ്മൾ ചേരുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മളുടെ ഈ കുടുംബസംഗമത്തിൻ്റെ 2ാമത്തെ സംഗമം തൃശ്ശൂർ കാഞ്ഞാണിയിലുള്ള നമ്മുടെ സൂര്യ അപ്പാർട്ട്മെൻറ്റ് ഹാളിൽ വെച്ച് നമ്മൾ വളരെ പ്രൗഢോജ്വലമായി സംഗമിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 3ാമത്തെ സംഗമം 2022 ഡിസംബർ 26-ാം തീയതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതേ ഡേറ്റിന് തന്നെ പട്ടാമ്പി മുതുതലയിലുള്ള കാരകുത്തങ്ങാടി KMK ഓഡിറ്റോറിയത്തിൽ വെച്ചും നമ്മൾ വളരെ ഊഷ്മളമായി സംഗമിക്കുകയുണ്ടായി. ഈ സംഗമങ്ങളിലും നമ്മുടെ ഈ ചാരിറ്റി ട്രസ്റ്റിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായിരുന്ന നമ്മളുടെ കുഞ്ഞാലി സാഹിബിൻ്റെ മരണം അക്ഷരാർത്ഥത്തിൽ നമ്മളെ വളരെ വേദനിപ്പിച്ചു. അദ്ദേഹം ജീവിതകാലത്ത് ഈ നാടിനും സമൂഹത്തിനും നമ്മളുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം ചെയ്ത നന്മകൾ വളരെയധികം പ്രശംസനീയമാണ്. ഏതായാലും റബ്ബ് സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ ബർസഖി ജീവിതം എല്ലാ അർത്ഥത്തിലും ഖൈറിലാക്കി കൊടുക്കട്ടെ എന്ന് ഈ വേദിയിൽ വെച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ബാല്യകൗമാരങ്ങൾ കടന്ന് യൗവനത്തിൻ്റെ ഊഷ്മളമായ ഏതോ ഒരു ദിവസം പല ദിക്കുകളിൽ നിന്നായി യാത്ര പുറപ്പെട്ട് മനസ്സിൽ നിറയെ കിനാക്കളും അതിലുപരി
തലയിൽ നിറയെ പ്രാരാബ്ദങ്ങളുടെ ഭാണ്ഡവുമേറി അറേബ്യൻ മണലാരണ്യത്തിൽ ചെന്നിറങ്ങിയവരാണ് നമ്മളെല്ലാവരും. അന്ന് നമ്മൾ ഒരു പരിചയമുണ്ടായിരുന്നില്ല. പിന്നെ പയ്യെ പയ്യെ നമ്മൾ പരിചയക്കാരായി, കൂട്ടുകാരായി, സുഹൃത്തുക്കളായി. അതിലുപരി ഒരു കൂരക്കീഴിൽ, ഒരടുക്കളയിൽ, ഒരു കലത്തിൽ വെച്ചും വിളമ്പിയും ഒരുമിച്ച് കിടന്നുറങ്ങിയും ഇടയ്ക്കിടയ്ക്ക് ഇണങ്ങിയും പിണങ്ങിയും എന്നാലും നെഞ്ചോട് നെഞ്ചു ചേർത്ത് നമ്മൾ എണ്ണിത്തീർത്ത രാപ്പകലുകൾക്ക് കയ്യും കണക്കും ഒന്നുമില്ല. പ്രവാസം എന്നത് വളരെയധികം കഷ്ടപ്പെട്ട് നമ്മൾ അനുഭവിച്ചവരാണ് എല്ലാവരും. ഈ പ്രവാസം ജീവിതം നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നത് നമ്മളുടെ കുടുംബങ്ങൾ അല്ലലില്ലാതെ കഴിയുന്നത് കാണാൻ വേണ്ടി മാത്രമായിരുന്നു ഈ പ്രവാസത്തെ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നത്. എങ്കിലും പിന്നീട് കാലങ്ങൾ നമ്മളെ പല ദിശകളിലേക്കായി മാറ്റി മാറ്റി പാർപ്പിച്ചു കൊണ്ടിരുന്നു. എന്നാലും അന്ന് നമ്മൾ ആ തുന്നിച്ചേർത്ത സ്നേഹബന്ധങ്ങൾക്ക് സർവശക്തൻ യാതൊരു കോട്ടവും തെറ്റാതെ നമ്മൾക്ക് നിലനിർത്തി തന്നു. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇന്ന് സംഗമിച്ച നമ്മളുടെ കുടുംബങ്ങളും നമ്മളുടെ പ്രവാസി സുഹൃത്തുക്കളും. ഈ ആലിംഗനങ്ങളും ആനന്ദ കണ്ണീരുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതായാലും ഞാൻ നീട്ടിക്കൊണ്ടുപോയി പറയുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട MLA സാഹിബിന് ഒരുപാട് കാര്യങ്ങളിൽ പങ്കെടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഗമയോഗത്തിന് വന്ന നമ്മുടെ ക്ഷണിതാക്കൾക്കും നമ്മുടെ സദസ്സിലിരിക്കുന്നവർക്കും എല്ലാവർക്കും സ്വാഗതം പറയുക എന്നാണ് എൻ്റെ കർത്തവ്യം. നമ്മളുടെ ഈ 4ാമത്തെ സംഗമ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നാടിൻ്റെ അഭിമാനമായ തിരൂർ MLA ബഹുമാനപ്പെട്ട കുറുക്കോളി മൊയ്തീൻ സാഹിബാണ്. അദ്ദേഹം നമ്മളോടുകൂടി ഈ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ കുടുംബ സംഗമ വേദിയിലേക്ക് അദ്ദേഹത്തിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മളുടെ ബഹുമാനപ്പെട്ട TK മുഹമ്മദ് സാഹിബ് അഥവാ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മുഖ്യ രക്ഷാധികാരി കൂടിയായ മുഹമ്മദ് സാഹിബ് ഇവിടെ ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപ്രകാരം നമ്മുടെ ഈ യോഗത്തിന് ആശംസ അറിയിക്കുവാൻ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ നസീമ മാഡം വരാമെന്ന് ഏറ്റിട്ടുണ്ട്. എങ്ങനെയായാലും മാഡം വരും. അവരുടെ അഭാവത്തിലും ഞാൻ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട CM യൂസഫ് എറണാകുളം നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപ്രകാരം തന്നെ നമ്മുടെ ഈ നാട്ടുകാരനും അജുവ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനും കൂടിയായ ഷുക്കൂർ അലയാൻ, അദ്ദേഹം ഈ വേദിയിൽ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി മിസ്റ്റർ വേണു ഒതുക്കുങ്ങൽ, അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ ഈ പ്രവാസി വാട്സപ്പ് കൂട്ടായ്മയുടെ നെടുംതൂണായ ഈ സംഗമവേദിയുടെ ഒരുക്കാൻ അഹോരാത്രം പ്രയത്നിച്ചിരുന്ന നമ്മുടെ ഹബീബ് മലപ്പുറം നമ്മളുടെ വീഡിയോ ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തുടക്കത്തിൽ തന്നെ നമ്മുടെ ഈ സംഗമത്തിൻ്റെ തുടക്കം തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കൂടെ എല്ലാവരെയും ക്ഷണിക്കുവാനല്ല നമ്മുടെ ഇബ്രാഹിം നാജി വേങ്ങര അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പ് എന്തോ ഒരു ചെറിയ വീഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ കാലിന് സാരമായ പരിക്കുകളേറ്റു. അദ്ദേഹത്തിന് ഈ വേദിയിൽ നമ്മളോടൊപ്പം പങ്കുചേരുവാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം വീട്ടിലിരുന്ന് ഒരുപക്ഷെ നമ്മുടെ ഈ പരിപാടി ലൈവായി വീക്ഷിക്കുന്നുണ്ടാവും. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് വളരെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സിലും വേദിയിലും അജുവ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ എല്ലാവരും ഉണ്ട്. അതിലുപരി നമ്മുടെ സീനിയർ പ്രവാസികൾ ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റം വരെയുള്ളവരൊക്കെ ഏകദേശം ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഇനിയും പങ്കെടുക്കുവാൻ വരുന്നുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ അവരുടെ അഭാവത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുവാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ടി കെ മുഹമ്മദ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങളെല്ലാവരും സന്തോഷം അറിയിച്ചുകൊണ്ടും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ ഇന്ന് എന്ന് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ആദരണീയനായ തിരൂർ നിയോജക മണ്ഡലം MLA ജനാബ് കുർക്കോളി മൊയ്തീൻ സാഹിബ് അവറുകളെ, അജിവ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് CM യൂസുഫ് കലൂർ, അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി വേണു ഒതുക്കുങ്ങൽ, ട്രഷറർ റഫീഖ് എന്ന കുഞ്ഞാപ്പു, ഈ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഹബീബ് പട്ടർക്കടവ്, അതുപോലെ തന്നെ അഷ്റഫ് മറ്റത്തൂർ മുതലായ സക്കീർ പെരിന്തൽമണ്ണ, അതുപോലെ നമ്മളെ ഈ കമ്മിറ്റിയുടെ വർക്കിംഗ് സെക്രട്ടറിയും ഈ യോഗത്തിൽ സ്വാഗതം പറഞ്ഞിട്ടുള്ള ആളുമായ മുഹമ്മദ് ഉട്ടിക്ക പട്ടാമ്പി, വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, നമസ്കാരം. ഞാൻ ഒന്ന് രണ്ട് ആളുകൾ വിട്ടുപോയതാണ്. സൂര്യ സുരേന്ദ്രൻ ഭായി, അതുപോലെ തന്നെ നമ്മളെ അബൂബക്കർ സാഹിബ്, അതുപോലെ സദസ്സിലിരിക്കുന്ന കുറേ ആളുകളുടെ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ഏതായാലും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പറയേണ്ടതായ മുഴുവൻ കാര്യങ്ങളും സ്വാഗത പ്രസംഗികൻ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല MLAക്ക് ഒരുപാട് പരിപാടികളുള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു വിടേണ്ടതുണ്ട്. അവരുടെയൊക്കെ തിരക്കുകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുപോലെ തന്നെ നമുക്കിന്ന് ഈ സംഗതിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അൽജൂഫിലുള്ള കൂട്ടായ്മ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ആളുകൾ തമ്മിൽ സന്ധിക്കുന്നു. അത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സന്തോഷത്തിൻ്റെ കൂടെ ഒരു ദുഃഖവും കൂടി ഉള്ള ദിവസമാണ്. അവിടെ കേരളത്തിൻ്റെ സാഹിത്യ നായകൻ, ഈ തിരൂരിൻ്റെ മാണിക്കമുത്തുകൂടിയായിട്ടുള്ള MT വാസുദേവൻ നായർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ദുഃഖവും കൂടിയുള്ള ഒരു ദിവസമാണ്. ഏതായിരുന്നാലും ശരി, ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആളുകളും, ഇനിയും സദസ്സ് കാര്യമായത് കുറച്ച് ആളുകളൊക്കെ ദൂര വഴികളിൽ നിന്ന് വരുന്നത് കൊണ്ട്
പല സ്ഥലങ്ങളിലും ചിലപ്പോൾ റോഡ് ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇത് വൻ വിജയമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൻ്റെ മഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായ MLA യെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. അജ്വ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഗോൾഡ് ബ്രദേഴ്സിൻ്റെ 4ാമത്തെ കുടുംബ സംഗമം നിയന്ത്രിക്കുന്ന പ്രിയങ്കരനായ സുഹൃത്ത് പ്രിയങ്കരനായ TK മുഹമ്മദ് സാഹിബ് അവർകളെ, ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രിയങ്കരനായ മുഹമ്മദ് കുട്ടി സാഹിബ്, വേദിയിലുള്ള പ്രിയങ്കരനായ സുരേന്ദ്രൻ കാഞ്ഞാണി, ഹമീദ് കൈപ്പുറം, ഷുക്കൂർ ആലയൻ, ഹബീബ് റഹ്മാൻ, കുഞ്ഞുക്ക മാറഞ്ചേരി, വേണു, മറ്റു ഹമീദ് സക്കീർ പെരിന്തൽമണ്ണ, നസീർ പൊന്നാനി, അഹമ്മദ് വാഴക്കാട്, അഷ്റഫ് മറ്റത്തൂർ, അസീസ് നിലമ്പൂർ, നിങ്ങൾ കൃതജ്ഞത രേഖപ്പെടുത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള റഫീഖ് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന എൻ്റെ പ്രിയങ്കരായിട്ടുള്ള സഹോദരങ്ങളെ, കുട്ടികളെ, ഇങ്ങനെ നിങ്ങളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ തിരൂരിക്കാരല്ലാത്ത കുറേ ആളുകൾ കൂടി വന്നു ചേർന്നിരിക്കുകയാണ്. ഒരു തിരൂർക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുക കൂടി ചെയ്യുന്നു. നിങ്ങളുടെ 4ാമത്തെ സമ്മേളനം വീണ്ടും തിരൂരിലേക്ക് വിളിച്ചതിലുള്ള സന്തോഷവും കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. തിരൂരിൽ നിന്നാണ് നിങ്ങൾ തുടങ്ങിയത് എന്നിവിടെ പറഞ്ഞു സ്വാഗത ഭാഷണത്തിൽ. അത് കഴിഞ്ഞ് കാഞ്ഞാണിയിൽ പോയി, പിന്നെ പട്ടാമ്പിയിൽ പോയി, വീണ്ടും തിരൂരിലേക്ക് നിങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായി നിങ്ങളെ സ്വാഗതം ചെയ്യേണ്ടത് എൻ്റെ കൂടി കടമയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അൽ ജൗഫിൽ ദീർഘകാലമായി ഉണ്ടായിരുന്ന കൂട്ടുകാരുടെ കുടുംബം ഒന്നിച്ച് ഇവിടെ ഒത്തുകൂടുകയാണ്. നമുക്കറിയാം, ഇന്ന് ഒരു വേദനയുടെ ദിവസമാണ്. നമ്മുടെ രാജ്യത്തെ സാഹിത്യ മേഖലയിലെ ഏറ്റവും വലിയ ഒരു മനുഷ്യൻ്റെ വിയോഗം നടന്ന ദിവസത്തിലാണ് നാം ഉള്ളത്. നമ്മളെ തലമുറ കണ്ട, ഞങ്ങളൊക്കെ കണ്ട എഴുത്തച്ഛൻ എന്ന് വേണമെങ്കിൽ MT വാസുവേട്ടനെ കുറിച്ച് പറയാം. ജ്ഞാനപീഠം അവാർഡ് ജേതാവ്, രാജ്യം വലിയ ബഹുമതികൾ നൽകി സ്വീകരിച്ച അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും യോജിക്കുന്ന ഒരു കലാ മേഖലയിലെ ഒരു അതികായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ തൂലികയ്ക്ക് ചേരാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല. നോവലും കവിതയും കഥയും ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ ആ തൂലികയിലൂടെ ഊറി വരികയുണ്ടായി. അഭിനയ തലത്തിലടക്കം വിവിധങ്ങളായ മേഖലയിലേക്ക് കയറിപ്പറ്റാൻ കഴിഞ്ഞ ഒരു വലിയ സാഹിത്യകാരനായിരുന്നു മലയാളത്തിൻ്റെ അഭിമാനമായ MT. അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ സംഗമം നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കൂട്ടത്തിലുണ്ടായിരുന്ന പലരുടെയും വിയോഗത്തിൽ വേദന അറിയിച്ചുകൊണ്ട് അവിടെ ചിത്രം നിങ്ങൾ പ്രദർശിപ്പിക്കുകയും ഇവിടെ 1 മിനിറ്റ് നമ്മൾ മൗനം ആചരിക്കുകയും ചെയ്തു. അവർക്കൊക്കെ അവരുടെ പരലോക ജീവിതം നമ്മുടെ സൃഷ്ടാവ് സുഖകരമാക്കി കൊടുക്കട്ടെ, മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാം. ഗൾഫ് ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകം തന്നെയാണ്. ഗൾഫിൽ ഭർത്താക്കന്മാരോടൊപ്പം പോയി നിന്ന ആളുകൾക്ക് അതിൻ്റെ രംഗങ്ങളൊക്കെ സ്വഭാവങ്ങളൊക്കെ ആസ്വദിക്കാൻ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. ഗൾഫിൽ പോകാത്ത ആളുകൾക്ക് അതുണ്ടാവില്ല. ഊറി വരുന്ന പണത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടാവുകയുള്ളൂ. അത് കുട്ടികളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും. ആഴ്ചയിൽ, മാസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന സന്ദർഭങ്ങളിൽ പണവും മണി ഓർഡറും ഒക്കെ വരാത്തതിൻ്റെ ഖേദപ്രകടനമാണ് നമുക്ക് നടത്താനുണ്ടാവുക. എന്നാൽ അവിടെ പോയി അവിടുത്തെ ജീവിതം അനുഭവിച്ച ആളുകൾക്ക് ഈ ചോദിക്കുന്ന ആളുകളുടെ ഈ ആഗ്രഹപ്രകടനങ്ങളുടെ മുമ്പിൽ മറുപടി പറയാൻ വാചാലതയോടുകൂടി പറയാൻ നിങ്ങൾക്കൊക്കെ കഴിയും, സ്ത്രീകൾക്ക് പോലും എന്നെനിക്കറിയാം. നമ്മുടെ നാടിനെ വളർത്തിയതിൽ, വികസിപ്പിച്ചതിൽ വലിയ പങ്കുവഹിച്ച ആളുകളാണ് പ്രവാസികൾ. പഴയകാലത്ത് ബർമ്മയിലേക്കും
മലേഷ്യയിലേക്കുമൊക്കെ ആയിരുന്നു നമ്മുടെ പ്രദേശത്ത് നിന്ന് ആളുകൾ പോയിരുന്നത്. പിന്നീടാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അവരെത്തപ്പെട്ടത്. ഇന്ന് ഇവിടുന്ന് പോകുന്നത് പോലെയോ മറ്റു രാജ്യങ്ങളിലേക്ക് പോയതുപോലെയോ അല്ല ആളുകൾ ഗൾഫിലേക്ക് പോയത്. മറ്റതൊക്കെ പോകുന്നത് രേഖകൾ കൊണ്ടാണ്. പാസ്പോർട്ടും വിസയും ടിക്കറ്റുമൊക്കെ എടുത്ത് അതിൻ്റെ നിയമാനുസൃതമായിട്ടുള്ള യാത്രകളാണ്. പോകാൻ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെയുള്ള രേഖകൾ, അതിൻ്റെ സർട്ടിഫിക്കറ്റുകളുമായി തൊഴിൽ മേഖലയിലെ മികവും കാണിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ കൂലിപ്പണിക്കാരും കർഷക തൊഴിലാളികളുമൊക്കെ ആയിരുന്ന ആളുകൾ നാട്ടിലെ പട്ടിണിക്ക് വകയില്ലാത്തതുകൊണ്ട്, മാറ്റാൻ മാർഗമില്ലാത്തതുകൊണ്ട്, നല്ലൊരു തൊഴിൽ കിട്ടാത്തതുകൊണ്ട് പ്രവാസ ജീവിതം ആരംഭിച്ചവരാണ്. അന്ന് തോണിക്ക് യാത്ര ചെയ്ത് ബോട്ടിൽ കയറി, ഉരുവിൽ കയറി, പിന്നെ അങ്ങനെ ഏതോ ഒരു കരയിലെത്തി ഇതാണ് ദുബായ് എന്ന് പറഞ്ഞുകൊണ്ട് മണലാരണ്യം കാണിച്ചു കൊടുത്ത് കടലിൻ്റെ അരികിൽ ഇറക്കി കൊടുത്ത് വിട്ടപ്പോൾ അതിൽ നിന്ന് നീന്തി എങ്ങനെയൊക്കെ കര പറ്റിയ ആളുകൾ, ആ വെള്ളത്തിൽ കിടന്ന് മരിച്ചവർ കുറേയുണ്ട്. കടലിൽ നീന്തം അറിയാവുന്ന ആളുകൾ പട്ടിണിയും പരിവട്ടവുമായി പ്രയാസപ്പെട്ട് കരപറ്റി പിന്നെ നടന്ന് ആൾപ്പാർപ്പുള്ളടുത്തെത്തി പിടിച്ചു നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയവരാണ് പഴയ പ്രവാസികൾ. അവിടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, കൈ വിരലുകൾ മാത്രമേ ഉണ്ടായിരുന്നു. അവരാണ് ആ കാലിയായ കൈയുമായി, വെറും കൈയുമായി പോയ, കാലി കീശയുമായി പോയ, ഉടുത്ത് മാറ്റാൻ മറ്റൊരു മുണ്ടും തുണിയും ഇല്ലാതെ പോയ അവരാണ് ഈ നാടിൻ്റെ ഈ വളർച്ചയിലെ മുഖ്യ ഭാഗവാക്കായിട്ടുള്ള ആളുകൾ. അവരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവരാണ് നമ്മുടെ ഈ നാടിനെ വളർത്തിയത്. അല്ല, രണ്ട് നാടിനെ വളർത്തിയത്. നമ്മുടെ നാടിനെയും ഗൾഫിനെയും വളർത്തിയത് അവർക്ക് പങ്കുണ്ട്. ഇന്നത്തെ UAE അല്ല പഴയ ദുബായ്. പഴയ UAE 70-ൻ്റെ മുമ്പ്, 70-കളിലെ UAE കാണണമെങ്കിൽ അവിടെ UAE ദുബായിൽ പോയിട്ടുള്ള ആളുകൾ അവിടെയുള്ള മ്യൂസിയത്തിലൊന്ന് കയറുക. ഞാൻ ആ മ്യൂസിയത്തിൽ പോയിട്ടുണ്ട്. മ്യൂസിയത്തിൽ പോയപ്പോഴാണ് പഴയ ദുബായിയുടെ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിഞ്ഞത്. 70-കളിലെയും അതിനു മുമ്പുള്ള ദുബായിയുടെ ചിത്രമുണ്ട് അവിടെ. പുറത്ത് ഭാരം പുറത്ത് ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകളുടെ ചിത്രം ഉൾപ്പെടെയുള്ളത് അവിടെ കാണാൻ കഴിയും. തണുപ്പിന് വിറകും മറ്റും ഇട്ടുകൊണ്ട് തീ കായുന്ന ചിത്രങ്ങൾ അറബികൾ ചെയ്തിരുന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവിടുത്തെ പഴയ രംഗങ്ങൾ, കടപ്പുറത്തെ അവിടുത്തെ കപ്പലും ബോട്ടും ഒക്കെ വന്നടുക്കുമ്പോഴുണ്ടായിരുന്ന ആളുകളുടെ ആവേശവും പെരുമാറ്റവും ഒക്കെ കാണാൻ അതിൽ സാധിക്കും. അതുകൊണ്ട് അതൊന്ന് കാണുന്നത് നല്ലതാണ് എന്ന് പുതിയ തലമുറയോട് സൂചിപ്പിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദുബായിയായി അത് ഇങ്ങനെ ഉയർത്തിയതിലും പഴയ പട്ടിണി മാറ്റി കേരളത്തെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നതിലും പ്രവാസികൾക്കുള്ള പങ്ക് ചെറുതല്ല. സാമ്പത്തിക വൈജ്ഞാനിക മേഖലകളിൽ വിപ്ലവം സൃഷ്ടിച്ചവരാണ് പ്രവാസികൾ. നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ അറിവ്, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് എഴുത്ത് എന്നെ വാപ്പ പഠിപ്പിച്ചിരുന്നു. എൻ്റെ ഗുരുനാഥന്മാർ എന്ന് പറയുന്ന ഒന്ന് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും തന്നെയാണ്. എൻ്റെ മാതൃകകളും അവരാണ്. ഉമ്മയും ഉപ്പയും തന്നെയാണ് എൻ്റെ മാതൃക, ജീവിതത്തിലെ ഏറ്റവും വലിയ മാതൃക. എൻ്റെ ഏറ്റവും വലിയ ഗുരുനാഥന്മാരും എൻ്റെ ഉമ്മയും ഉപ്പയും തന്നെയാണ്. അതുകൊണ്ട് എന്നെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ വാപ്പ എഴുതാൻ പഠിപ്പിച്ചിരുന്നു. അന്ന് ഈ കുറുക്കല്യാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് കമ്പി എഴുതാൻ പോകലായിരുന്നു വാപ്പ ഏൽപ്പിച്ച ഒരു വലിയ പണി. പിന്നെ കത്ത് വാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് ആളുകളൊക്കെ കത്തെഴുതിപ്പിക്കുമായിരുന്നു. ഭാര്യ ഭർത്താവിന് കത്തെഴുതിപ്പിക്കും. അങ്ങനെ പിന്നീട് അത് എഴുതാൻ ഏൽപ്പിച്ചു വാപ്പ. അതെന്നെ എൻ്റെ ഒരു പരിശീലനത്തിനും കൂടി ഏൽപ്പിച്ചതാണ്. എന്തൊക്കെ രഹസ്യങ്ങളാണുള്ളത് നിങ്ങൾക്ക് നിങ്ങളോടിപ്പോൾ പറയാൻ പറ്റൂല. പല രഹസ്യങ്ങളും എനിക്ക് എഴുതി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇജാണ്ട് എഴുതിക്കാളാന്ന് പറയും താത്താർ. ഒരിക്കത് വായിക്കാനും അറിയില്ല, വായിച്ചും കൊടുക്കേണ്ടത് ഞാനേന്. പക്ഷെ എന്താ എഴുതേണ്ടി താത്ത പറയില്ല. അത് എഴുതാൻ പറയും. ഇജാണ്ട എഴുതിക്കാളാന്ന് പറയും. എന്താ എഴുതേണ്ടത് അതൊന്ന് പറഞ്ഞു തരണ്ടേ? ഈ ഉണ്ടെന്നാണ് എഴുതിക്കാളാം. എന്തുണ്ട്? ഞാൻ 6ാം ക്ലാസ് പഠിക്കുന്ന 11 വയസ്സുകാരൻ എനിക്ക് ഉണ്ട് എന്നുള്ളത് അറിയണ്ടേ? പിന്നെ അവസാനം പള്ളിയിലുണ്ടെന്നാണ് എഴുതിക്കാളാ എന്ന് പറയണ ഇത് എഴുതി കൊടുക്കേണ്ട അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കാലത്തെ എഴുത്തിൻ്റെ വായനയുടെ തലത്തിൽ നമ്മൾ എത്ര പിന്നിലായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഞാൻ നിങ്ങളെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതിൽ നിന്ന് ഇന്ന് നമ്മുടെ വീടുകളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ളവർ 1 അല്ല 2 അല്ല 3 അല്ല അതിലധികം ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഭർത്താവിന് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉണ്ട്, അവിടുത്തെ ഭാര്യയ്ക്കുണ്ട്. മക്കൾ ഇന്ന് ബിരുദത്തിനോ ബിരുദാനന്തര ബിരുദത്തിനോ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു തലങ്ങളിലേക്ക് എത്തിയത് ഈ ഉറവയുടെ ഫലമായിട്ടാണ്. ഈ ഉറവയുടെ, ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്ന സാമ്പത്തികമായി നമുക്ക് ലഭിച്ച ഉറവ ഉണ്ടല്ലോ, ആ ഒഴുക്കിലാണ് ഈ വളർച്ച ഉണ്ടായത്. അതുകൊണ്ട് ഈ 2 നാടിനെ വളർത്തി നമ്മുടെ കേരളത്തിനെ വിവിധങ്ങളായ തലങ്ങളിൽ ഉയർത്തി.
സാമ്പത്തിക വൈജ്ഞാന തലങ്ങളിലെ ഉയർച്ചയാണ് അതിലേറ്റവും വലുത്. കുട്ടിക്കാലത്ത് ഒറ്റ തുണികുപ്പായം മാത്രം ഇട്ടുകൊണ്ട് പോയി സ്കൂൾക്ക് പോയി അനുഭവം എനിക്കുണ്ട്. ഉമ്മ വൈകുന്നേരം വന്നാൽ അത് കൂടുതൽ അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തിരുമ്പും, അല്ലെങ്കിൽ 2 ദിവസത്തിന് വെക്കും. ഇന്ന് ആളുകൾ മണിക്കൂറിൽ തുണികുപ്പായം മാറ്റുന്ന ഒരു കാലമാണ്. ഒരു കല്യാണത്തിന് പോയി പിന്നത്തെ കല്യാണത്തിന് പോകാൻ വേറെ മാറ്റുകയാണ്. ഉച്ചക്കൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ വേറൊന്നും പുതിയത് മാറ്റി പോവുകയാണ്. ആണും പെണ്ണും കല്യാണം ഉണ്ട് എങ്കിൽ പുതിയ തുണികുപ്പായൊക്കെ എടുക്കുകയാണ്. പണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ഓണത്തിനൊന്നും എടുക്കും, വിഷുവിനൊന്നും എടുക്കും, ചെറിയ പെരുന്നാക്കൊന്നും എടുക്കും, വലിയ പെരുന്നാക്കൊന്നും എടുക്കും. അതൊക്കെ ഇന്ന് നമ്മൾ മറന്നു കേട്ടോ. ഈ സൗകര്യങ്ങൾ കിട്ടിയപ്പോൾ ആ ഒരു ജീവിതമൊക്കെ നമ്മളത് മറന്നു കളഞ്ഞു. ഞാൻ പറയുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറക്കല്ലേ എന്ന് മാത്രമാണ്. ദൈവം നമ്മളെ പരീക്ഷിക്കുകയും ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരികയും ചെയ്യും. ആ പരീക്ഷണത്തിന് വിധേയരാകാതിരിക്കാൻ അനുഗ്രഹങ്ങളെ നമ്മൾ ദൈവത്തിന് ശുക്ർ ചെയ്തുകൊണ്ട് ഇത് അവൻ്റെ സമ്മാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ജീവിക്കാൻ തയ്യാറാവണം. അതുകൊണ്ട് അല്ല എങ്കിൽ വലിയ പരീക്ഷണത്തിന് നമ്മൾ വിധേയരാകും. ഇപ്പം തന്നെ ചില പരീക്ഷകൾ നമ്മൾക്കിടയിലുണ്ട്. രോഗങ്ങൾ, കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങൾ വന്നിരിക്കുകയാണ്. വിശ്വകരന്മാർ ഇന്ന രോഗമാണ് നിയന്ത്രിക്കാൻ പോലും എന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത രോഗങ്ങൾ നമ്മൾക്കിടയിലുണ്ട്. ഇതാ കിടന്നുറങ്ങി നേരം വെളുത്തപ്പോൾ മിണ്ടുന്നില്ല. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ് മരിച്ചു. അങ്ങാടിയിലായിരുന്നു, മീൻ വാങ്ങുമ്പോഴാണ് വീണത്. ഇതാ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങണില്ല, നോക്കുമ്പോൾ മരിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, ആലോചിച്ചു. അപ്പോൾ ദൈവം നമ്മളെ രക്ഷിക്കട്ടെ, നമ്മുടെ സിട്ടാവ്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അള്ളാഹ് നമ്മളെല്ലാവരും രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ആ നന്ദി, ദൈവത്തിനുള്ള നന്ദി നമ്മൾ വിസ്മരിച്ച് കളയണ്ട. പ്രയാസങ്ങൾ ഇനിയും വന്നേക്കാം, അത് വരാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ നമുക്കുണ്ടാക്കാം. ഈ അനുഗ്രഹത്തിന് നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. നിങ്ങളെ കാണാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. നമ്മുടെ ക്ഷണമനുസരിച്ച് എത്രയോ തിരക്കുണ്ടായിട്ട് നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ MLAക്ക് ഈ സംഘത്തിൻ്റെ ഒരു സ്നേഹോപഹാരം, ഒരു മൊമെൻറ്റോ നൽകുന്നുണ്ട്. അത് നൽകുന്നതിന് വേണ്ടി ട്രസ്റ്റിൻ്റെ ചെയർമാൻ യൂസുഫ് കല്ലൂരിനെയും ഏറ്റുവാങ്ങുന്നതിന് ബഹുമാനപ്പെട്ട MLAയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ക്ഷേമനിധിയുടെ ബോർഡ് അവിടെ പലപ്പോഴും ഞാൻ വന്നിട്ടുണ്ട്. ശരി ശരി. നമുക്കൊക്കെ ഏറ്റവും ആദരണീയനായ സക്കാക്കയിലെ മുതിർന്ന കാരണവർ അബു ഹാജി സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ സദസ്സിൽ പ്രാർത്ഥനാ ഗാനം അവതരിപ്പിക്കുന്നതിന് വേണ്ടി വിനയൻ പൊന്നാനി അദ്ദേഹത്തെ ബഹുമാന പുരസ്സരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ പട്ടാമ്പി ഹലോ, ഇവിടെ ഒരു പ്രാർത്ഥന പാട്ട് പാടുകയാണ്, പ്രാർത്ഥനകാരാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് നീറ്റ് നിൽക്കണം കേട്ടോ. ഹലോ. നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ
ചിൽപ്രകാശരൂപനെ വണങ്ങണം. പൊൻചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം. ആ പദാജം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ. അധ്യക്ഷ ഭാഷണത്തിലും പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ പരിപാടിക്ക് ഈ ഓഡിറ്റോറിയം സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ കമ്മിറ്റി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മളെ റഫീഖ് എന്ന കുഞ്ഞാപ്പു വേങ്ങര അദ്ദേഹമാണ്. അത് സദസ്യരെ അറിയിക്കാൻ ആ സമയത്ത് വിട്ടുപോയതാണ്. അതുപോലെ തന്നെ നമ്മളെ സുരേന്ദ്രൻ കാഞ്ഞാണി, നമ്മളെ ഇതിന് തൊട്ട് മുമ്പുള്ള ഇക്കഴിഞ്ഞല്ല അതിന് മുമ്പ് നമ്മൾ പരിപാടി നടത്തിയിട്ടുള്ള തൃശ്ശൂരിലെ കാഞ്ഞാണിയിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ മറ്റൊരാൾ പൊന്നാനി മാറഞ്ചേരി, നമുക്കെല്ലാവർക്കും സുപരിചിതനും സക്കാക്കയിലെ പഴയ കാരണവരുമായ അരവിന്ദേട്ടൻ. അതുപോലെ ഈ കമ്മിറ്റിൻ്റെ എക്സിക്യൂട്ടീവിൽപ്പെട്ട അംഗങ്ങൾ ഈ വേദി ധന്യമാക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് കയറിയിരിക്കണമെന്ന് അറിയിക്കുകയാണ്. ആശംസ അറിയിക്കുന്നതിന് വേണ്ടി പ്രസിഡൻറ്റിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അജ്വ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ അൽജൂഫ് ഗോൾഡ് പ്രദേശ് 4ാമത്തെ കുടുംബസംഗമമാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വേദിയിൽ ഉള്ള എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുട്ടികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. പല ആളുകളും ഇവിടെ പ്രസംഗിക്കാനും സംസാരിക്കുവാൻ വേദിയിലുള്ളതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം ഇതിനു മുമ്പ് പല കാര്യങ്ങളും പ്രത്യേകം MLA അതുപോലെ തന്നെ ഇബ്രാഹിം കുട്ടിക്കൊക്കെ പ്രത്യേകം സംസാരിച്ച് കഴിഞ്ഞു. കൂടുതൽ സംസാരിക്കാൻ ഇനി മറ്റുള്ളവരുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമുക്ക് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ഈ കമ്മിറ്റിയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി വേണു വേങ്ങര അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എനിക്ക് കൂടുതൽ സംസാരിച്ചൊന്നും പരിചയമില്ല, സ്റ്റേജിൽ കയറിയൊന്നും പരിചയമില്ലാത്ത ആളാണ് ഞാൻ. പിന്നെ എന്താ പറയാമെന്നറിയില്ല. ഏതായാലും ഈ നമ്മളെ ഈ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ചെയ്ത് ആശംസാ പ്രസംഗം നടത്തുന്നത് പ്രിയങ്കരനായ സുരേന്ദ്രൻ കാഞ്ഞാണി സൂര്യ, അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അൽജൂഫ് കൂട്ടായ്മയുടെ ഈ സംഗമത്തിൽ ഇത്രയും വലിയൊരു വേദി നമുക്കിവിടെ ഒരുക്കാൻ കഴിഞ്ഞതിന് നമ്മളുടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ഹബീബ്, കുഞ്ഞാപ്പു, യൂസുഫ് ഭായി, വേണു, ഇവരുടെ അതുപോലെ അവരോടൊപ്പം നിന്ന പലരും അവരുടെ അഹോരാത്രമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു 75% ആളുകളുടെയും വീട്ടിൽ വന്ന് അവർ നമ്മളെ നേരിൽ കണ്ട് നമ്മൾക്ക് ക്ഷണക്കത്ത് നൽകുകയും നമ്മളെല്ലാവരെയും ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത അവരെ നമ്മൾ ആദ്യമായിട്ട് സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോയ നമ്മുടെ പ്രവാസി മിസ്റ്റർ കുഞ്ഞാലി, അതുപോലെ രാജേട്ടൻ, അതുപോലെ തന്നെ പല
നമ്മളുടെ കൂട്ടുകാരും നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അവരെ എല്ലാവരെയും നമ്മൾ പേരെടുത്ത് പറയുന്നില്ല. അവരെ എല്ലാവരെയും നമ്മൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടിയിൽ നമ്മൾക്ക് പങ്കുചേരാൻ കഴിഞ്ഞതിൽ നമ്മൾ വളരെയധികം അഭിമാനിക്കുകയാണ്. ഇത്രയും പ്രൗഢഗംഭീരമായ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ നമ്മളുടെ അൽജുഫ് ഗോൾഡ് ബ്രദേഴ്സിൻ്റെ പരിപാടികൾ ഇനിയും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വളർച്ചയ്ക്ക് നമ്മളാൽ ചെയ്യാവുന്ന സഹായ സഹകരണങ്ങൾ എന്നുവെച്ചാൽ ഇപ്പോൾ മിസ്റ്റർ കുഞ്ഞാപ്പു ആണ് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും ഇതിനെ നമ്മൾക്ക് വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുവാനും, നമ്മളിൽ പലരും അസുഖബാധിതരാണ്, ശാരീരികമായിട്ട് സുഖമില്ലാത്തവരാണ്, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നവരുണ്ട്, മുന്നോക്കം നിൽക്കുന്നവരുണ്ട്. എല്ലാവരെയും കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടായാലും നമ്മൾക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് നമ്മൾക്ക് പണം ആവശ്യമാണ്. ആയതിലേക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മളുടെ പ്രവാസി സുഹൃത്തുക്കൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ വേദിയിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായങ്ങൾ നൽകിയ പലരും ഈ വേദിയിലിരിക്കുന്നുണ്ട്. ഞാൻ ജിദ്ദ വണ്ടിയിൽ കച്ചവടം ചെയ്യുന്ന കാലത്ത് അവരൊക്കെ ഷോപ്പുള്ള ആളുകളുണ്ടായിരുന്നു. അവരെല്ലാവരും എന്നിൽ നിന്ന് സാധനങ്ങൾ ഇറക്കാനും എന്നെ സഹായിക്കാനും വളരെയധികം സ്വമനസ്സ് കാണിച്ച എല്ലാവരോടും ഞാൻ ഈ വേദി എനിക്ക് അവരോട് നന്ദി പ്രകടിപ്പിക്കാനും കൂടി കിട്ടിയ ഒരു വേദിയായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ ഈ വളർച്ചയെ ഞാനും എൻ്റെ കുടുംബവും അതുപോലെ ഇന്നും സൗദി അറേബ്യയിൽ നിലനിൽക്കാൻ കഴിഞ്ഞതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവുമാണ് എന്നുള്ളത് ഞാൻ എല്ലാ നിമിഷങ്ങളിലും മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെല്ലാവരും വളരെ ഒരു പാസ്പോർട്ടുമായി സൗദി അറേബ്യയിൽ അൽജൂഫിൽ ചെന്നു, അതിൽ നിന്ന് വളർന്നു വന്നു. ഇന്നിപ്പോൾ എല്ലാവരും നല്ല സൗകര്യങ്ങളായി. നമ്മളെല്ലാവരും ഒരു കുബൂസും കഴിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയ ആളുകളാണ്. അല്ലാതെ നമ്മളാരും സുഖലോകിപ്പന്മാരായിട്ട് അവിടെ ജീവിച്ച ആളുകളല്ല. അപ്പോൾ നമ്മളെല്ലാവരും ഒരു കുബൂസ് കഴിച്ചു, ഒരിട്ട ഷർട്ടും ഒരു പാൻറ്റുമായിട്ട് ജീവിച്ചു വന്നു. അങ്ങനെ മുന്നോട്ട് വന്നു. നമ്മൾ നമ്മുടെ മക്കൾക്കും ഭാര്യയ്ക്കും കുട്ടികൾക്കും കുടുംബത്തിനും നാടിനും എല്ലാവിധ വളർച്ചയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിച്ച ഒരു സമൂഹമാണ് ഈ അൽജൂഫ് ഗോൾഡ് ബ്രദേഴ്സിൽ ഇപ്പം ഇരിക്കുന്ന എല്ലാ ആളുകളും. അപ്പോൾ അവരെ എല്ലാവരെയും വളരെയധികം അവരുടെ മക്കളായാലും ഭാര്യമാരായാലും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ആദരിച്ച് കാണണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസ്ഥയിൽ പറയാനുള്ളത്. പല ആളുകളും അസുഖബാധിതരാകുമ്പോൾ അവരുടെ അച്ഛനമ്മമാരെ വേണ്ട ശുശ്രൂഷകൾ നൽകാതെയും മാനസികമായി വിഷമിപ്പിക്കുന്ന അന്തരീക്ഷങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിൽ ഒരാൾ പോലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് ഇനി കൂടുതലായിട്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഈ വേദിയിൽ വരാനും ഇങ്ങനെ സംസാരിക്കുവാനും എനിക്ക് സമയമുണ്ടായതും എന്നെ നേരിൽ വന്ന് കണ്ട് ഈ വേദിയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞ നമ്മുടെ പ്രവാസി കൂട്ടുകാരോടും ഇതിൻ്റെ സംഘാടകരോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഇനി 2-3 ആളുകൾ കൂടി ആശംസാ പ്രസംഗം നടത്താനുണ്ട്. വിനീതമായി നിങ്ങളോട് അറിയിക്കാനുള്ളൊരു സംഗതി, ഇതിൽ പ്രസംഗിക്കുന്ന ആരും തന്നെ ഒരു പ്രസംഗ പാഠവം ഉള്ള ആളുകളല്ല. എന്തെങ്കിലും 2-3 വാക്ക് പറഞ്ഞിട്ട് എല്ലാവരും സ്ഥലം വിടും. അപ്പോൾ നമ്മൾ സദസ്സിൽ നിന്നായാലും വേദിയിൽ നിന്നായാലും മറ്റ് സംസാരങ്ങൾ ഉണ്ടാകുമ്പം അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർക്ക് പറയാൻ കഴിയാതിരിക്കുകയും അവർ പറഞ്ഞത് നമ്മൾ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നൊരു അവസരം ഉണ്ടാവും. അതുണ്ടാവരുത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ പ്രത്യേക ലക്ഷ്യം എന്ന് പറഞ്ഞ പ്രസംഗം കേൾക്കാനല്ല നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. കാലങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ ഒന്നുകിൽ ബന്ധം പുതുക്കുക, അതല്ലെങ്കിൽ പുതിയ ബന്ധം സ്ഥാപിക്കുക. ഇത് 2 ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ 1-2 പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും പരസ്പരം പരിചയം പുതുക്കാനും പുതിയ പരിചയം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. ആ സമയം മാത്രം അതിന് വിനിയോഗിക്കണമെന്ന് വിനീതമായി അറിയിക്കുകയാണ്. കൽപ്പനയല്ല, ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും നമ്മൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു.
ഇനി നമ്മളോട് ആശംസാ പ്രസംഗം നടത്തുന്നത് സക്കാക്കയിലെ സഹരി ഹമീദ് എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ടതും ഞങ്ങളുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഹമീദ് സാഹിബ് കൈപ്പുറം, അദ്ദേഹത്തിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അൽജോഫ് ഗോൾഡ് ബ്രദേഴ്സിൻ്റെ അമരക്കാരായ ആളുകളെ, അധ്യക്ഷൻ, അതുപോലെ തന്നെ ഇവിടെ വന്നുപോയി MLA തുടങ്ങിയ സഹോദരന്മാരെ, ഏതായാലും നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ അൽജോഫ് ഗോൾഡ് ബ്രദേഴ്സിൻ്റെ 4ാമത്തെ സംഗമമാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. 2 സംഗമങ്ങളിലാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. തൃശ്ശൂർ വെച്ച് നടന്നതിലും ഇതിലും. അതിനു മുമ്പ് നാം തിരൂരിൽ തന്നെ ഇവിടെ ഒരു റിസോർട്ടിൽ വെച്ച് ആദ്യമായൊരു സംഗമം സംഘടിപ്പിച്ചു. അതിനുശേഷം നമ്മുടെ തൃശ്ശൂരിൽ സുരയുടെ ആർക്കേഡിൽ വെച്ച് നടന്നു. പിന്നെ പട്ടാമ്പിയിൽ മമ്മൂട്ടി സാഹിബിൻ്റെ ഓഡിറ്റോറിയത്തിലും ഒരു സംഗമം നടക്കുകയുണ്ടായി. ഏതായാലും ഇങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കിട്ടുന്നൊരവസരം നമ്മുടെ ആളുകൾ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഏതാനും ആളുകളെല്ലാം യാത്രയിലാണ്. പലരും വിളിച്ച് അന്വേഷിച്ചിരുന്നു വരേണ്ട ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ വാട്സപ്പിലും അവരൊന്നും ബന്ധമില്ലാത്തതുകൊണ്ട് അവർക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉച്ചയാകുമ്പോഴേക്ക് എല്ലാവരും എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുകയും ഇതിനു വേണ്ടി ഒരുപാട് അധ്വാനിച്ച, ഇതിൻ്റെ മുന്നിൽ നടന്ന നമ്മുടെ ഹബീബ്, അതുപോലെ തന്നെ പിന്നെ ഷുക്കൂർ, അതുപോലെ യൂസഫ്, TK മുഹമ്മദ് സാഹിബ്, നമ്മുടെ കുഞ്ഞാപ്പു, അങ്ങനെ പലരും, എല്ലാവരെയും പേര് എടുത്ത് പറയാൻ ഓർമ്മയിൽ വരുന്നില്ല. എങ്കിലും എല്ലാവരെയും അഭിനന്ദിക്കുകയും എല്ലാവരോടും നമ്മുടെ ഈ അൽജോഫ് ഗോൾഡ് ബ്രദേഴ്സിനെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഇനി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനും ഈ സംഘടനയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഷുക്കൂർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കും. ഹബീബ് റഹ്മാൻ പട്ടർക്കടവ്, അദ്ദേഹം ഈ സംഘടനയുടെ നെടുന്തൂണാണ്. ഈ ഗ്രൂപ്പിലുള്ളവർക്കും ഗ്രൂപ്പിൻ്റെ കുടുംബത്തിൽക്കും എല്ലാവർക്കും സുപരിചിതനാണ് ഹബീബ്. അദ്ദേഹമാണ് മീഡിയകളിലൊക്കെ നമ്മളെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങളുമായി സംബന്ധിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നല്ലൊരു നന്ദി ഞാൻ പ്രസംഗിച്ചാൽ നന്ദി പ്രസംഗമായി മാറിപ്പോവും. ആശംസ അറിയിക്കണു. ഇതിനുവേണ്ടി കുറേ ആളുകൾ രാപ്പകൽ ബുദ്ധിമുട്ടി എല്ലാം ചെയ്ത് എല്ലാവരും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആളുകൾ ഇനിയും വരാണ്ട്. ഹോള് ഏകദേശം പകുതി കാലിയാണ്. എല്ലാവരും എത്തുമെന്ന് കരുതുന്നു. കല്യാണ സീസണായതിൻ്റെ പേരിൽ എല്ലാവരും വൈകി വരുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നിട്ടുള്ള ആശംസ എന്നാൽ എല്ലാവർക്കും ആശംസ അറിയിക്കണം. അതുപോലെ സ്റ്റേജിലുള്ള നമ്മളെ സുരേട്ടൻ, കുഞ്ഞുക, അബോജി, അതുപോലെ TK സാഹിബ്, നമ്മളെ പ്രസിഡൻറ്റ്, പിന്നെ നമ്മളെ ഷുക്കൂറിൻ്റെ ഒപ്പ എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഞാൻ എല്ലാവരും പറയുന്നില്ല. എല്ലാവർക്കും ആശംസ അറിയിച്ചു ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു. ജയ് ഹിന്ദ്. അടുത്തതായി സക്കീർ പെരിന്തൽമണ്ണ, നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗമാണ് സക്കീർ പെരിന്തൽമണ്ണ. ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവർക്കും, അതിന് പുറത്തുള്ള ആളുകളും ഉണ്ട്, ഇവിടെ നാട്ടിൽ സ്ഥിരമായിട്ട് നിന്ന ആളുകളുമുണ്ട്. അതിനെല്ലാവർക്കും എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. പിന്നെ നമ്മളെ കൂടെ ഇന്നിവിടെ വേദിയിൽ പങ്കിടുന്ന ഒരാൾ കാലിന് സുഖമില്ലാതെ ഇബ്രാഹിം ഹാജി, മൂപ്പര് ഇന്നിവിടെ വേണ്ടതായിരുന്നു. അത് ചെറിയൊരു ദുഃഖമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല.
വാരിക്കളയുന്നുണ്ട്.